ഏറ്റവും ചെറിയ രൂപക്ക് തുടങ്ങാൻ പറ്റിയ ക്രാഫ്റ്റ് ഏതാണ്? ദ മോസ്റ്റ് ബിഗിനർ ഫ്രണ്ട്ലി ലോ കോസ്റ്റ് ക്രാഫ്റ്റ് ഇസ് മണ്ഡല ആർട്ട്. എന്തുകൊണ്ടാണ് മണ്ഡല ഇത്രയും ലോ കോസ്റ്റ് ക്രാഫ്റ്റ് ആയതെന്നറിയോ? അതിന്റെ മെറ്റീരിയൽസ് റേറ്റ് തന്നെയാണ്. ഏത് ക്രാഫ്റ്റ് ചെയ്യണമെങ്കിലും നമുക്ക് അതിന്റെ റോ മെറ്റീരിയൽസ് ആവശ്യമാണ്. നല്ല ഫിനിഷിങ്ങോട് കൂടി നല്ല പെർഫെക്ഷനോട് കൂടി നമുക്ക് ഏത് വർക്ക് ചെയ്യണമെങ്കിലും നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് ആവശ്യമുണ്ട്. അതൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള ഐറ്റംസ് തന്നെയാണ്. പക്ഷേ മണ്ഡലക്ക് നല്ല റേറ്റ് കുറവുള്ള മെറ്റീരിയൽസേ ആവശ്യമുള്ളൂ. ഞാൻ കുറെ സമയമായിട്ട് മണ്ഡല മണ്ഡല എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്താണ് മണ്ഡല എന്നുള്ളതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം എന്താണ് മണ്ഡല? നമുക്ക് ഷോർട്ട് ആയിട്ടൊന്ന് നോക്കാം. മണ്ഡല എന്ന വാക്കിന്റെ അർത്ഥം വൃത്തം അല്ലെങ്കിൽ വളരെ ഒരു ഹോളി പവിത്രമായിട്ടുള്ള കേന്ദ്രം എന്നൊക്കെയാണ് മീനിങ് വരുന്നത്. ഇതിന്റെ ചരിത്രം പറയുന്നത് നമ്മുടെ ഋഗ്വേദത്തിലൊക്കെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. പുരാതന ഇന്ത്യയില് ഹിന്ദുമതത്തില് ബുദ്ധമതത്തിലും ഒക്കെ ദേവന്മാരെ അല്ലെങ്കിൽ ഭയങ്കര പവിത്രമായിട്ടുള്ള സ്ഥലങ്ങളെയൊക്കെ പ്രതിനിധീകരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ആത്മീയ രൂപരേഖയാണ് മണ്ഡല. ഇതിപ്പം ലോകം വ്യാപകമായിട്ട് ടിബറ്റൻ ബുദ്ധമതത്തിലും ജൈനമതത്തിലും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ പാശ്ചാത്യ സൈക്കോളജിസ്റ്റുകളായിട്ടുള്ള ആളുകൾ പോലും ഇത് യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇത് വെറും ഒരു ഡെക്കോർ ഐറ്റം മാത്രമല്ല കേട്ടോ, ആർട്ട് തെറപ്പിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞ പേപ്പറും പെന്നും മാത്രം യൂസ് ചെയ്തിട്ട് ആർക്കും എളുപ്പത്തിൽ എപ്പം വേണമെങ്കിലും തുടങ്ങാൻ പറ്റിയ വലിയ ഒരു വരക്കാനുള്ള കഴിവോ ഒന്നും ഇല്ലാത്തവർക്ക് പോലും തുടങ്ങാൻ പറ്റിയ ഒരു ക്രാഫ്റ്റ് വർക്കാണ്. അപ്പൊ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് വേണ്ടതെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. ഇതിന് ആദ്യമായിട്ട് വേണ്ടത് പേപ്പറാണ്. നമുക്ക് നോർമൽ പേപ്പറിലും ഇത് വരക്കാം. കുറച്ചുകൂടി തിക്കായിട്ടുള്ള പേപ്പർ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അതിന്റെ ഇങ്ക് സ്പ്രെഡ് ആവാതെയൊക്കെ വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു 200 GSM പേപ്പറെങ്കിലും ഉണ്ടെങ്കിൽ ബെറ്റർ. അല്ലാതെ നോർമൽ A4 ഷീറ്റിലോ നോട്ട്ബുക്കിന്റെ പേപ്പറിലോ ഒക്കെ നമുക്കിത് വരച്ചെടുക്കാം. നോർമൽ പേപ്പറിൽ വരയ്ക്കുമ്പോൾ നമ്മൾ അതിന് യൂസ് ചെയ്യുന്ന പെന്നും നോർമൽ പെന്നായിരിക്കണം. ജെൽ പെന്നോ അല്ലെങ്കിൽ മറ്റ് മാർക്കേഴ്സോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ അടിയിലേക്ക് സ്പ്രെഡ് ചെയ്ത് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരു 200 GSM ഉള്ള പേപ്പറെങ്കിലും വാങ്ങാൻ ശ്രമിക്കുക. ഇനി നമുക്ക് വാൾ ഹാങ്ങിങ് പോലെയൊക്കെ ചെയ്യാണ്, വാൾ ഡെക്കോർ പോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പേപ്പറിന് പകരം MDF ബോർഡൊക്കെ യൂസ് ചെയ്യാം. MDF ബോർഡ് പേപ്പറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി കോസ്റ്റ്ലി ആണ്. നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് സ്വിച്ച് ചെയ്താൽ മതി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നോർമൽ പെൻസ് യൂസ് ചെയ്യണം. അത് നമുക്ക് പല കളറുള്ള പെൻസ് ആണെങ്കിൽ നല്ലത്. ഇനി തിക്നെസ് കൂടുതലുള്ള പേപ്പർ ആണെങ്കിൽ നമുക്ക് മാർക്കേഴ്സോ ജെൽ പെന്നോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് ഗ്ലിറ്റർ പെൻസ് ഇതൊക്കെ യൂസ് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് എത്രത്തോളം കളർഫുൾ ആയിട്ട് ചെയ്യണം, എത്രത്തോളം പെർഫെക്ഷനോട് ചെയ്യണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുക. അതിന് കണക്കായിട്ടുള്ള പെൻസോ മാർക്കേഴ്സോ ഒക്കെ വാങ്ങുക. പിന്നെ ഇതിന് കോമ്പസ് വേണം, പ്രൊട്രാക്ടർ വേണം, സ്കെയില് വേണം, പിന്നെ നോർമൽ പെൻസില്, റബ്ബർ, ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമ്മുടെ മണ്ഡലക്ക് ആവശ്യമുള്ളൂ. ഇനി നമുക്കിതിന്റെ മെറ്റീരിയൽ കോസ്റ്റ് ഒന്ന് നോക്കിയാലോ. GSM പേപ്പറിന്, അതായത് 200 അല്ലെങ്കിൽ 200+ GSM പേപ്പറിന് 290 ഒക്കെയാണ് റേറ്റ് വരുന്നത്. അതായത് അതിൽ ഒരു പാക്കായിട്ട് വരുന്നതാണ്. അതിൽ ഒരു 24 ഷെയ്ഡ്സ് ഒക്കെ ഉണ്ടാവും. 24 GSM ഷീറ്റ്സിന് 290 അല്ലെങ്കിൽ 291 ഒക്കെയാണ് റേറ്റ് വരുന്നത്. ഇനി പെന്നിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ബ്രസ്റ്റോ പോലെയുള്ള അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ബ്രാൻഡിന്റെ ബ്ലാക്ക് മാർക്കർ പെന്നിനൊക്കെ വരുന്ന റേറ്റ് 390 ആണ്. ഇനി കളർ മാർക്കർ പെൻസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് പല തരത്തിലുള്ള പല കോസ്റ്റിലുള്ള പല ബ്രാൻഡിന്റെ പെൻസ് അവൈലബിൾ ആണ്. മാർക്കർ പെന്നായിട്ടാണെങ്കിലും അക്രലിക് പെയിന്റ് ബ്രഷ് എന്നുള്ള രീതിയിലാണെങ്കിലും നമുക്ക് ഒരുപാട് ഐറ്റംസ് അവൈലബിൾ ആണ്. നമുക്ക് അമേസോൺ പോലെയുള്ള ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ്സ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 199 തൊട്ട് 700 800 റേഞ്ചിലുണ്ട്. നമുക്ക് ഏതാണ് അഫോർഡബിൾ, നമ്മുടെ നീഡ് എന്താണ്, അതൊക്കെ നോക്കിയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം. ഇപ്പൊ ടോട്ടൽ ഒരു 1000 റുപ്പീസിനകത്ത് തന്നെ നമുക്ക് ഈ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങി നല്ല പെർഫെക്ഷനോടെ നല്ല കളർഫുൾ ആയി പ്രൊഫഷണൽ സ്റ്റൈലിൽ നമുക്ക് മണ്ഡല ചെയ്തെടുക്കാൻ പറ്റും.
പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊന്നുമില്ലാതെ നോർമൽ പെന്നും നോർമൽ പേപ്പറും കൊണ്ട് തന്നെ നമുക്കിത് ചെയ്യാം. പക്ഷെ കുറച്ചുകൂടി നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ ഇത്രയും കാര്യങ്ങൾ മാത്രം മതി. ഇത് തന്നെ 1000 റുപ്പീസിനകത്താണ് വരുന്നത്. ഇനിയൊരു ക്വസ്റ്റ്യൻ ആണ്, ഇസ് ഇറ്റ് എ ഹൈലി പ്രോഫിറ്റബിൾ ബിസിനസ്? ദ ആൻസർ ഇസ് നോ. ഒരു മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ബട്ട് അതൊരു സൈഡ് ഹസിലാണ്. നമുക്ക് ചെറിയൊരു ഇൻകം പോക്കറ്റ് മണിയൊക്കെ പോലെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ തന്നെയാണ്. മെയിൻ ബിസിനസ് സോഴ്സ് ഓഫ് ഇൻകം അല്ലെങ്കിലും നമുക്ക് ചെറിയൊരു എമൗണ്ട് ഇതിൽ നിന്ന് ഏൺ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ ഇനി എങ്ങനെയൊക്കെ നമുക്ക് മണ്ഡല വെച്ചിട്ട് ഏൺ ചെയ്യാം എന്നുള്ളത് നോക്കാം. നമുക്ക് നമ്മുടെ മണ്ഡല വർക്ക് ഫിസിക്കൽ ആയിട്ട് സെയിൽ ചെയ്യാം, ഡിജിറ്റൽ പ്രോഡക്ട്സ് ആയിട്ട് സെയിൽ ചെയ്യാം, വർക്ക്ഷോപ്സും ക്ലാസ്സസ് ഒക്കെ കണ്ടക്ട് ചെയ്യാം, മെർച്ചൻഡൈസ് ചെയ്യാം. മെർച്ചൻഡൈസ് മീൻസ് നമുക്ക് കപ്സിലോ അല്ലെങ്കിൽ ടീഷർട്ടിലോ ടോട്ട് ബാഗ് ആയിട്ടോ ഒക്കെ മെർച്ചൻഡൈസ് ചെയ്യാൻ പറ്റും. പിന്നെ തെറാപ്യൂട്ടിക് സർവീസസ് ആയിട്ടും നമുക്കത് പ്രൊവൈഡ് ചെയ്യാം. മണ്ഡല ആസ് എ സർവീസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മണ്ഡല എന്ന് പറയുന്നത് ഒരു തെറപ്പിയാണ്. നമുക്ക് സെൽഫ് ഡിസ്കവറിക്കും ഫോക്കസ് കൂട്ടാനും സ്ട്രെസ് കുറക്കാനും നമ്മുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ആർട്ട് ഫോമാണ് മണ്ഡല. സോ നമുക്ക് ഓൺലൈൻ ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യാം, തെറാപ്പി സെഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം, പിന്നെ ജേർണൽസ്, കളറിംഗ് ബുക്സ് അങ്ങനെയുള്ള സർവീസസ് ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇറ്റ്സ് ഓൾ അബൌട്ട് മണ്ഡല, എ ജേർണി ഓഫ് കളർ, സിമട്രി ആൻഡ് ഇന്നർ ഹാർമണി. ഈ വീഡിയോയിൽ എന്താണ് മണ്ഡല, എങ്ങനെയൊക്കെ ഏൺ ചെയ്യാം, ലോ കോസ്റ്റ് ക്രാഫ്റ്റ് ആണെന്ന് പറയാൻ കാരണം എന്താണ്, ടോട്ടൽ എത്ര നമുക്ക് മെറ്റീരിയൽ കോസ്റ്റ് വരും, ഇതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ നോക്കി. അപ്പോൾ ഇനി എങ്ങനെയാണ് മണ്ഡല ചെയ്യുക, അതിൻ്റെ ക്ലാസ്സസ് ഒക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും.